ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ വല്ലാത്ത കലാപവും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മണിക്കൂറുകളിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 110ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ വരുന്നത്. പ്രത്യേകിച്ച് വളരെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷമാണ്. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വടിയും കല്ലുകളുമായിട്ട് സർക്കാർ ഓഫീസുകൾ ആക്രമിക്കുന്ന ചെറുപ്പക്കാരുടെ വിദ്യാർത്ഥികളുടെ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ നിര കാണാം. അതിനിടയിലാണ് വെടിവെപ്പ്, പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വെടിവെപ്പ് നടന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത് 110ഓളം പേരാണ്. അവരുടെ പ്രധാന ആവശ്യം തന്നെ, നേരത്തെ അവർ പല ആവശ്യങ്ങളുമായിട്ട് സംവരണ വിരുദ്ധ പോരാട്ടമായിരുന്നു. അത് സുപ്രീം കോടതി ഇടപെട്ട് വെട്ടി കുറച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ തീരുമെന്ന് പറഞ്ഞതാണ്. 48 മണിക്കൂർ സമരം, പ്രക്ഷോഭം നിർത്തിവെക്കുകയും ചെയ്തു. പക്ഷെ വീണ്ടും പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ അത് പ്രധാനമന്ത്രിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി, അവിടുത്തെ രാഷ്ട്രപിതാവ് മുജീബ് റഹ്മാൻ്റെ മകൾ ഷെയ്ഖ് ഹസീന രാജിവെക്കണം എന്ന ആവശ്യത്തിലാണ് എത്തി നിൽക്കുന്നത്. പക്ഷേ അവരൊരു ഉരുക്കുമുഷ്ടിയോടെ തന്നെ പറഞ്ഞിരിക്കുന്നു, ഞാൻ രാജിവെക്കുന്ന പ്രശ്നമില്ലെന്ന് മാത്രമല്ല ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്തും. എനിക്കൊരു പക്ഷേ ഇത്രയും ശക്തമായ ഭാഷയിൽ ഷെയ്ഖ് ഹസീന പറയുന്നത് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് വളരെ തീവ്രമായിട്ടാണ് എന്ന് മാത്രമല്ല സൈന്യത്തെ രംഗത്തിറക്കി നേരിടാനാണ് തീരുമാനം. ഒരുപക്ഷെ നമ്മളൊക്കെ ഓർക്കുന്നുണ്ടാവും, 1971 പാകിസ്ഥാനായിരുന്നു പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാനായിരുന്നു ഈ പ്രദേശം. പിന്നീട് 1971 ഡിസംബർ 3 മുതൽ ഡിസംബർ 16 വരെ ഉണ്ടായ ബംഗ്ലാദേശ് യുദ്ധം, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടന്ന യുദ്ധത്തിലാണ് ബംഗ്ലാദേശ് മോചിപ്പിക്കപ്പെട്ടത്. അന്ന് ലക്ഷക്കണക്കിന് സ്ത്രീകളും കുട്ടികളും ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായിട്ട് വന്നിരുന്നു. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവരെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും പാകിസ്ഥാനുമായി യുദ്ധം ചെയ്ത് ബംഗ്ലാദേശിനെ മോചിപ്പിക്കുകയുമായിരുന്നു. മുക്തിബാഹിനിയുടെയൊക്കെ പങ്ക് നമുക്കറിയാവുന്നതാണ്. പക്ഷെ അതിനുശേഷം ഒരുപക്ഷെ നടക്കുന്ന ഏറ്റവും വലിയ അഭയാർത്ഥി പ്രശ്നത്തിലേക്ക് വരെ എത്തിയേക്കാം. ഇന്ത്യയിലേക്ക് ഒരുപാട് അഭയാർത്ഥികൾ ബംഗാളിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ഇന്ത്യൻ വിദ്യാർത്ഥികളെ അവിടുന്ന് തിരിച്ചു കൊണ്ടുവന്നു ഇന്ത്യയിലേക്ക്. ഒപ്പം തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള 15,000 പേര് അവിടെയുണ്ട്. അവരുടെ സുരക്ഷയെ സംബന്ധിച്ച് ഇന്ത്യ ഗൗരവപൂർവ്വം ഇത് ചിന്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബംഗ്ലാദേശ് അടുത്ത കാലത്തായിട്ട് ഒരു കാലത്തും കാണാത്ത വിധത്തിലുള്ള പ്രശ്നത്തിലേക്ക് പോവുകയാണ്. ശ്രീലങ്കയിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രസിഡന്റ് ആയിട്ടുള്ള രാജപാക്സെക്കെതിരെയൊക്കെ നടന്ന പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഗോട്ടബയ രാജപാക്സെ രാജിവെക്കണം, അതിനെ തുടർന്ന് പ്രസിഡൻഷ്യൽ പാലസ് തന്നെ പിടിച്ചടക്കുന്ന തരത്തിലേക്ക് ജനങ്ങൾ പോയിരുന്നു. അതുപോലെ ഒരു അരാജകത്വത്തിലേക്ക് ബംഗ്ലാദേശ് പോവുകയാണോ എന്ന സംശയമുണ്ട്. ഇന്ത്യക്കെതിരെ വല്ലാത്തതുള്ളത് ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരെ നടക്കുന്ന പ്രക്ഷോഭം വിജയിച്ചാൽ വരുന്ന സർക്കാർ അല്ലെങ്കിൽ ഇനി മാറി വരുന്ന പ്രധാനമന്ത്രിയൊക്കെ ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വലിയ ആശങ്കകളുണ്ട്. കാരണം ബംഗ്ലാദേശിൻ്റെ ടിൽറ്റ് പതുക്കെ ചൈനയ്ക്ക് കൂടി അനുകൂലമായി പോകുന്നു. ബംഗ്ലാദേശിലെ വികസന പ്രവർത്തനങ്ങളിൽ ചൈന വല്ലാത്ത രീതിയിൽ പണം മുടക്കുന്നുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിലെ ഓരോ പ്രശ്നങ്ങളും ഇന്ത്യയെ കൂടി ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ത്യ ഈ സംഭവവാസങ്ങളെ ഗൗരവപൂർവമാണ് വീക്ഷിക്കുന്നത്.